ജുമ നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ മദ്രസയിൽ നിന്ന് പഠിച്ച കാര്യങ്ങളാണ്. ഇത് പലരും ഇന്ന് ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളായി മാറിയിട്ടുണ്ട്. ഇത് 4ാം ക്ലാസ്സിലെ ഫിഖ് കിതാബാണ്. ഇതിൽ പറയുന്നുണ്ട്, സലാത്തുൽ ജുമുഅ എന്ന പാഠത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ് ജുമുഅ നിസ്കാരം. ജുമുഅ ദിവസങ്ങളുടെ നേതാവാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വെള്ളിയാഴ്ച ദിവസങ്ങളുടെ നേതാവും അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും മഹത്തായ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അത്രക്കും മഹത്വമേറിയ ദിവസങ്ങളിൽപ്പെട്ടൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. വെള്ളിയാഴ്ച ളുഹറിൻ്റെ സമയത്താണ് ജുമയുടെ സമയം. ജുമുഅ നിസ്കാരം 2 റക്അത്താണ്. എന്നിട്ട് പറയാണ്, ജുമയുടെ മഹല്ലിൽ താമസിക്കുന്ന മുക്കല്ലഫും സ്വതന്ത്രയും മുസ്ലിമും ആയ ആളുകൾ, എല്ലാ പുരുഷന്മാർക്കും അത് ഫർള് ഐനായ കാര്യമാണ് ജുമുഅ നിസ്കരിക്കൽ. ജുമുഅക്ക് ഇമാം നിസ്കരിക്കുന്നു എന്ന് ഇമാമ് കരുതേണ്ടത് ഞാൻ ഇമാമാണെന്ന് കരുതണം. ഇമാമിനോട് തുടർന്ന് നിസ്കരിക്കുന്ന എന്ന് മാമൂമ് നിയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ്. ഇമാമിനോട് കൂടെ നിസ്കരിക്കുന്നു എന്ന് മാമൂമ് കരുതൽ നിർബന്ധമാണ്. കാരണം ജുമുഅ നിസ്കാരം ഇമാമായിട്ടല്ലാതെ നിസ്കരിക്കാൻ പറ്റില്ല, ജമാഅത്തായിട്ടല്ലാതെ നിസ്കരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാമൂമിങ്ങളോട് ഇമാമിനോട് കൂടെ നിസ്കരിക്കുന്നു എന്ന് കരുതണം. ഇമാമാണെന്ന് തന്നെ കരുതണം. അത് നിർബന്ധമായ കാര്യമാണ്. പല ആൾക്കാരും ശ്രദ്ധിക്കുന്നില്ല. തുടർന്ന് ഒരു റക്അത്ത് ജമാഅത്തായി തന്നെ ലഭിക്കലും നിർബന്ധമാണ്. ഒരു റക്അത്ത് ജമാഅത്തായി നിസ്കരിക്കണം. അത് ഇൻഷാ അല്ലാഹ് ജമാഅത്തിൻ്റെ പാഠത്തിൽ നമ്മൾ പഠിക്കും. അതായത് ഇമാമായി നിസ്കരിക്കുമ്പോൾ ഇമാമിൻ്റെ റുക്കൂ കിട്ടണം നമുക്ക്. ആ റുക്കൂയിൽ 1 സെക്കൻഡെങ്കിലും നമുക്ക് കിട്ടിയാലാണ് ആ റക്അത്ത് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇത് നമ്മൾ ഇൻഷാ അല്ലാഹ് പിന്നീട് നമ്മൾ ആ പാഠത്തിൽ നമ്മൾ വീഡിയോയിൽ പറയും ഇൻഷാ അല്ലാഹ്. ഈ ജുമുഅ ദിവസം പാലിക്കുന്ന ചില സുന്നത്തുകളുണ്ട്, അതിനെപ്പറ്റി പറയുകയാണ്. ഇത് നഖം മുറിക്കൽ സുന്നത്തായ അമല. വെള്ളിയാഴ്ച ദിവസത്താവൽ നല്ല കാര്യമാണ്, കൂലി കിട്ടുന്ന കാര്യമാണ്. കുളിക്കുക, എന്തായാലും വെള്ളിയാഴ്ച നമ്മൾ കുളിക്കുമല്ലോ, അത് നിങ്ങളുടെ വെള്ളിയാഴ്ചയുടെ സുന്നത്തിനെ വീട്ടാൻ വേണ്ടി കുളിക്കുന്നതെന്ന് നിയന്ത്രിക്കുക. വെള്ള വസ്ത്രം ധരിക്കുക, സുഗന്ധം ഉപയോഗിക്കുക. പക്ഷേ അത് നോമ്പാകുമ്പോൾ പറ്റില്ല. നേരത്തെ പോവുക, പള്ളിയിലേക്ക് നേരത്തെ തന്നെ പോകണം. സൂറത്തുൽ കഹഫ് ഓതുക. ചുരുങ്ങിയത് 3 എണ്ണമെങ്കിലും നമ്മൾ പാരായണം ചെയ്യാൻ ശ്രമിക്കണം. നബിയുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. നബി തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്തിനെ വർദ്ധിപ്പിക്കുക. ഇതൊക്കെ ജുമുഅ ദിവസം സുന്നത്തായ കാര്യങ്ങളാണ്. ഈ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുമ്പോൾ നബിയോടുള്ള സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ വരികയും ആ മുത്തുനബിയോട് കൂടെ സ്വർഗത്തിൽ കടക്കാൻ നമുക്ക് പറ്റുകയും ചെയ്യും. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.